LDF സർക്കാരിൻ്റെ അവസാന കാലത്ത് ഒരു മൂന്നാം ഊഴം പ്രതീക്ഷിച്ചുകൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ് ഈ വയനാട്ടിലെ തുരങ്കപാത. ആ തുരങ്കപാതയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ UDF അതിശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും അതുപോലെ തന്നെ ഈ തുരങ്കപാത ഇപ്പോൾ അടിയന്തരമായി ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്നും അതിനെക്കുറിച്ച് വ്യാപകമായ പഠനം നടക്കണമെന്നും UDF അന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അന്ന് UDF വികസനത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് UDFൻ്റെ ആ മുന്നറിയിപ്പ് അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും അതിൻ്റെ തട്ടിക്കൂട്ട് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. അന്നേ ഞങ്ങൾ ഈ ആശങ്ക പങ്കുവെച്ചതാണ്. ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വേദനാജനകമായ ഒരു വാർത്തയാണ് വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മണ്ണിടിഞ്ഞു വീണ് 8ഓളം ആളുകൾ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നു. 2 പേർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. ചില ആളുകളെ രക്ഷപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. അപ്പോൾ വികസനത്തിൻ്റെ പേരിൽ നാടിനാപത്തായ ഒരു പ്രവർത്തനവും ഒരു ഗവൺമെൻറ്റും ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വയനാട് തുരങ്കപാത എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ധാരണയുമില്ലാതെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ള ഏക തന്ത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആവിഷ്കരിച്ച ഈ തുരങ്കപാത ഒരു വലിയ ശാപമായി നാടിന് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ തുരങ്കപാതയ്ക്ക് ഒരിക്കലും ഞങ്ങൾ എതിരില്ല. പക്ഷേ പാരിസ്ഥിതിക ആഘാത പഠനവും ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങളും നടക്കാതെ അടിയന്തരമായി ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരു ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആ ഉദ്ഘാടനത്തിൻ്റെ പേരിൽ വോട്ട് പിടിച്ച് ഒരു മൂന്നാം ഊഴം കിട്ടുമെന്നുള്ള ഒരു എക്സസൈസാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകിയത്. അതുകൊണ്ട് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഈ സംഭവത്തെ ശക്തമായി അപലപിക്കുകയും അവിടെ മണ്ണിനടിയിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. ഗവൺമെൻറ് തയ്യാറാകണം. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് ആശ്വാസം കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ വയനാട്ടിൽ ചെയ്യണമെന്ന് ഞാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് കാസർഗോഡ് കളക്ട്രേറ്റിൽ MLA-മാരുടെ ഒരു യോഗം കളക്ടർ വിളിച്ചു കൂട്ടിയിരുന്നു. ആ യോഗം മാറ്റിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യോഗം മാറ്റിവെച്ചു. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ വികസനം പ്രാപിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന പട്ടണങ്ങളിലൊന്നാണ് നീലേശ്വരം. ആ നീലേശ്വരത്ത് 1957 പണിഞ്ഞ ഒരു പാലമുണ്ട്. ആ പാലം ഇന്ന് ഗുരുതരമായ അവസ്ഥയിലാണ്, ജീർണാവസ്ഥയിലാണ്. നാഷണൽ ഹൈവേ 6 വരി പാതയാക്കിയപ്പോൾ അതിൽ 3 വരി പാതയാണ് ഈ പുതിയ പാലത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്. പഴയ പാലം നിലനിർത്തുകയാണെങ്കിൽ ഇതുപോലെ വയനാട്ടിലുണ്ട പോലെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഒരു എലിവേറ്റഡ് ഹൈവേ വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പം തന്നെ കാസർഗോഡ് പട്ടണം ഈ ട്രാഫിക് കൊണ്ട് ശ്വാസം മുട്ടി കഴിയുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഒരു 200 മീറ്റർ വരുന്ന എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് കാണാൻ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് 1:30 തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരു പ്രതിനിധി സംഘവുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്, മുസ്ലിം ലീഗുണ്ട്, BJP ഉണ്ട്, എല്ലാ മാധ്യമ പ്രവർത്തകരുടെ പ്രതിനിധി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാപാര മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രതികളെ ഉണ്ട്. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാ കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള അവിടുത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് ഇന്ന് നഗരസഭയുടെ പിതാവ് ശ്രീ മുഹമ്മദ് റാഫിയുണ്ട്, വൈസ് ചെയർപേഴ്സൺ സന്ധ്യയുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ മുൻ MP ശ്രീ P കരുണാകരനുണ്ട്. നിങ്ങൾ പേരിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചാണ് അതാ ഞാൻ പറഞ്ഞേ. എല്ലാ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, ഈ ആവശ്യം സാധിച്ചെടുക്കാൻ വേണ്ടി അവിടെ കഴിഞ്ഞ കുറേ കാലമായി ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരം അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഗവൺമെൻറ്റുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് MP-യും മുൻ MP-യും നഗരസഭാ പിതാവും വൈസ് ചെയർപേഴ്സണും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി നിതിൻ ഗഡ്കരിയെ കാണുന്നത്. 1:30 മണിക്കാണ്. കണ്ടതിന് ശേഷം എന്താണ് ഡെവലപ്മെൻ്റ് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് നിങ്ങളെ അറിയിക്കും.